ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സദ്യ ഏത് തന്നെയായാലും സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് പച്ചടി. പച്ചടി നമ്മൾ പല വിധത്തിൽ ഉണ്ടാക്കാറുണ്ട്. പൈനാപ്പിൾ പച്ചടി, അതുപോലെ തന്നെ ഇലവൻ വെച്ചിട്ട് പച്ചടി തയ്യാറാക്കാം, അതുപോലെ ബീട്രൂട്ട് വെച്ചിട്ടും. ഞാനിപ്പോൾ ഇവിടെ ബീട്രൂട്ട് ഉപയോഗിച്ചിട്ടുള്ള പച്ചടിയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടാണ് നമ്മുടെ ഈ ബീട്രൂട്ട് പച്ചടി. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ 2 ബീട്രൂട്ടാണ് കേട്ടോ കഴുകിയിട്ട് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതിപ്പോൾ ഞാനിതാ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബീട്രൂട്ട് ഞാനിപ്പോൾ ഇവിടെ കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അല്ലാതെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതാ ബീട്രൂട്ട് വേവുന്നതിന് ആവശ്യത്തിനുള്ള 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് അരിഞ്ഞെടുക്കുന്ന സമയത്ത് 2 കപ്പ് ബീട്രൂട്ട് ഉണ്ടായിരുന്നു. അതിലേക്ക് 1 കപ്പ് വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും. ഞാനിപ്പോൾ ഇവിടെ കല്ലുപ്പാട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ കല്ലുപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ബീട്രൂട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മളിപ്പോൾ കഷ്ണങ്ങളായിട്ടത് കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ അരമുറി തേങ്ങയാണ് കേട്ടോ ഇവിടെ ചിരവി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് ചേർക്കേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് നോക്കാം. 2 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട് എരിവിൻ്റെ ആവശ്യത്തിന്. നമ്മളിതിൽ വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ലല്ലോ, അപ്പം നമുക്ക് പച്ചമുളകിൻ്റെ എരിവാണ് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 2 പച്ചമുളക് ഞാനിവിടെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഇഞ്ചിയും പച്ചമുളകും ചെറിയുള്ളിയും അതുപോലെ തന്നെ നമുക്കിതിലേക്ക് ചെറിയ ജീരകം കൂടി ചേർക്കേണ്ടതുണ്ട്. ഒരു 1/4 ടീസ്പൂണിൽ താഴെയായിട്ട് ചെറിയ ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. അരച്ചെടുക്കുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാനിപ്പം ഈ തേങ്ങ ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. ഇപ്പോൾ ഇതാ നമ്മൾ വേവിക്കാൻ വെച്ചിരിക്കുന്ന ബീട്രൂട്ടൊക്കെ ഏകദേശമൊക്കെ ഒന്ന് വന്നിട്ടുണ്ട്. അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് വന്നിട്ടുണ്ട്. ബീട്രൂട്ട് കഷ്ണങ്ങളൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മുടെ അരപ്പൊക്കെ നമ്മളിവിടെ അരച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ആവശ്യമുണ്ട്. നമ്മുടെ തൈരാണ്. അതുപോലെ തന്നെ കടുകും ആവശ്യമുണ്ട്. കടുക് നമുക്ക് തേങ്ങ അരയ്ക്കുന്ന സമയത്ത് തന്നെ ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്താൽ മതി. പക്ഷെ അതിലും നന്നാവാൻ നമ്മളിത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇതുപോലെ ചതച്ചെടുക്കുന്നതാണ്. ഇങ്ങനെ ചതച്ചെടുക്കുമ്പോഴാണ് നമുക്ക് പച്ചടിക്ക് അതിൻ്റേതായിട്ടുള്ള ആ മണമൊക്കെ ഒന്ന് കിട്ടുന്നത്. ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ടൊക്കെ നന്നായിട്ട് വെന്തിട്ട് ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇങ്ങനെ വറ്റി വരുന്ന സമയത്ത് നമ്മളിവിടെ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. കാരണം നമ്മുടെ ബീട്രൂട്ടിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് നമുക്ക് അധികം നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. തേങ്ങയൊന്നും വെന്ത് വരേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കടുകുണ്ടല്ലോ അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കടുക് എങ്ങനെ ചതച്ചെടുക്കുമ്പോഴാണ് നമ്മുടെ പച്ചടിക്ക് കൂടുതലായിട്ടൊരു സ്മെല്ല് വരുന്നത്. ഇനി നമുക്ക് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട ഒരു ഇൻഗ്രീഡിയൻസ് നമ്മുടെ തൈരാണ്. ഞാനിപ്പോൾ ഇവിടെ പുളിയുള്ള തൈരാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 1/2 കപ്പ് തൈര് എടുത്തിട്ടുള്ളൂ. പുളി കൂടുതലായാൽ നമ്മുടെ പച്ചടി കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പുളി കൂടുതലുള്ള തൈരാകുമ്പോൾ 1/2 കപ്പ് എടുക്കാം. പുളിയില്ലാത്ത തൈരാണെങ്കിൽ നമുക്ക് 1 കപ്പ് വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. തൈര് ചേർത്ത ഉടനെ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യണം. ഞാനിപ്പോൾ ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്ക് തൈര് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. നമ്മുടെ ഗ്രേവിയൊക്കെ ഇപ്പം നന്നായിട്ടൊന്ന് വറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ മൺചട്ടിയിലാണല്ലോ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ചൂട് തന്നെ വറ്റുന്നതാണ്. ഇനി ഞാൻ ഉപ്പ് പോരാത്തതുകൊണ്ട് സ്വല്പം ഉപ്പ് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ പച്ചടി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പച്ചടിയാണ് കേട്ടോ. ഈ പച്ചടി മാത്രം മതി നമുക്ക് ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് വറവൊന്ന് താളിച്ചിടാം. നമുക്ക് വറവ് താളിച്ചത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് ഞാനിവിടെ 1/2 ടീസ്പൂൺ കടുകൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3 വറ്റൽമുളക് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്രയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വറവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വറവൊന്ന് നമ്മുടെ ബീട്രൂട്ട് പച്ചടിയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് ബീട്രൂട്ട് പച്ചടി റെഡിയാക്കാവുന്നതാണ് കേട്ടോ. ബീട്രൂട്ട് പച്ചടി ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം. ബീട്രൂട്ട് ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് പച്ചടി തയ്യാറാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം. ഇപ്പോൾ ഞാൻ പച്ചടി ഒന്ന് നമ്മുടെ ഒരു ബൗളിലേക്ക് ഒന്ന് സെർവ് ചെയ്യുന്നുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പച്ചടിയാണ്. അപ്പോൾ സദ്യക്ക് തയ്യാറാക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് പച്ചടി തയ്യാറാക്കി നോക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്.
നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.